ആരോഗ്യമേഖലയിൽ മികച്ച കരിയർ സ്വപ്നം കാണുന്നവർക്ക് സുവർണാവസരം. വടക്കാഞ്ചേരിയിലെ പ്രശസ്ത എല്ലുരോഗ വിദഗ്ധനായ ഡോക്ടർ പ്രേംകുമാർ വിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാക്സ് ഹെയർ ഹോസ്പിറ്റൽ പുതുതലമുറയ്ക്ക് മികച്ച ജോലി സാധ്യതകൾ ഒരുക്കുന്ന BSS അംഗീകൃത ഡിപ്ലോമ കോഴ്സുകളായ ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, എക്സ്റേ ടെക്നോളജി, ഫാർമസി അസിസ്റ്റന്റ് എന്നീ പാരാമെഡിക്കൽ കോഴ്സുകളുടെ 2026-28 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ ജോലി ലഭിക്കാനുള്ള അവസരം. കോൺടാക്ട് 0488423231 9188401013. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, സർവീസ് സഹകരണ ബാങ്ക്, കുടുംബശ്രീ, പാടശേഖര സമിതികൾ, ചങ്ങാലിക്കോടൻ ബനാന ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നാട്ടുവേല ചന്ത സംഘടിപ്പിച്ചു. 27-28 തീയതികളിലായി പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച നാട്ടുവേല ചന്തയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ നിർവഹിച്ചു. അന്ന് ഉള്ളതിൽ നല്ല വ്യത്യസ്തമായി മണ്ണിളക്കുന്നതോ അതുപോലെ ഭൂമിയിൽ വെള്ളം സ്റ്റോർ ചെയ്യുന്നതുമായ പല പ്രവർത്തനങ്ങളും ഇപ്പോൾ മാറ്റി. മറ്റേ സ്പ്രിംഗ്ലർ വെച്ച്, അതുപോലെ തന്നെ പണ്ടത്തെ നനയൊന്നും ഇപ്പം ഇല്ല, പറമ്പൊക്കെ കിളച്ച് മറിച്ച് വെള്ളം സ്റ്റോർ ചെയ്യുന്ന പരിപാടി ഇപ്പം ഇല്ല. അങ്ങനെ പല വ്യത്യാസങ്ങളും വന്നപ്പോൾ നല്ല മഴയിൽ മേൽമണ്ണ് മുഴുവൻ ഒലിച്ചുപോയി ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഭൂമിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഉള്ള കാലഘട്ടത്തിലുള്ളതിനനുസരിച്ച് ജീവിക്കുക, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പോളിസി. നമുക്കറിയാം, കൃഷി എന്ന് പറയുമ്പോൾ എത്രയൊക്കെ വികസനമുണ്ടെങ്കിലും അടിസ്ഥാനമായി നമ്മളെല്ലാം കൃഷിക്കാർ തന്നെയാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പല നയങ്ങളും നമ്മുടെ സർക്കാരുകൾ, മാറി മാറി വരുന്ന പല സർക്കാരുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മുന്നേ സംസാരിച്ച പ്രസിഡന്റ് പറഞ്ഞു, നമ്മൾ പഞ്ചായത്ത് വഴി ജനങ്ങൾക്ക് കൃഷിക്ക് വേണ്ടി വെക്കുന്ന ഉൽപാദന മേഖലയിൽ നമ്മൾ വെക്കുന്ന പെർസെൻറ്റേജ് കണക്ക് നോക്കിയിട്ടല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന സൗജന്യ വിത്തിന്റെ പൈസ തന്നെ ഉണ്ടായാൽ തന്നെ നമ്മൾ വെക്കേണ്ട പെർസെൻറ്റേജ് എത്തും. എന്നിരുന്നാൽ കൂടി മറ്റു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ കൂലി ചെലവായാലും ഒപ്പം തന്നെ ഇങ്ങനെയുള്ള ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന സൗജന്യങ്ങളായാലും കൃഷിഭവൻ വഴി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല പദ്ധതികളായാലും ഇപ്പോൾ ഇവിടെ തന്നെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി സോമൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV വിവേക്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സിജി ജോൺ, സ്വപ്ന പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗോവിന്ദൻകുട്ടി, ആനി ടീച്ചർ, ഷീജ ആനന്ദൻ, മീന ശലോമോൻ, TA ആഷിഖ്, K സതീഷ് കുമാർ, PK നീതു, ഫ്രിജോ വടക്കൂട്ട്, റിജി ജോർജ്, MB വിജീഷ്, ഷാജി വർഗീസ്, NK കബീർ, വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അർച്ചന വിശ്വനാഥ്, CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് S കൃഷ്ണൻകുട്ടി, കാർഷിക വികസന സമിതി അംഗം V ശങ്കരനാരായണൻ, വിവിധ മുന്നണി പാർട്ടി പ്രതിനിധികളായ MM നിഷാദ്, സുഭാഷ് ചന്ദ്രൻ, പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് OR സോമശേഖരൻ മാസ്റ്റർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഫ്രാൻസിസ് മാസ്റ്റർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ NV രജനി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, തൈകൾ, മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാനും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനുമുള്ള മികച്ചൊരു വേദിയായി ഈ ഞാറ്റുവേല ചന്ത മാറിക്കഴിഞ്ഞു. You are watching VCV News.